കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പണികിട്ടി കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 അതിന്റെ സാങ്കേതിക തകരാറുകളൊക്കെ പരിഹരിച്ച് എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹാങ്ങറിൽ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. എല്ലാ പണികൾക്കും ശേഷം ഇപ്പോൾ പുറത്തിറങ്ങി ബേയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 16 ആയിരുന്നു F-35 വിമാനം ഇന്ധനം തീർന്ന അടിയന്തര ലാൻഡിംഗ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടത്തിയത്. അതിനുശേഷം ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറുണ്ട് എന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 5 ആഴ്ചയിലധികം വിമാനം ഇവിടെ തുടരേണ്ടി വന്നത്. ആദ്യം ഇത് പരിഹരിക്കാൻ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിലെ സാങ്കേതിക വിദഗ്ധർ വന്നിരുന്നു. എന്നാൽ അവർ പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 6-ാം തീയതി 14 അംഗ പ്രത്യേക സംഘത്തെ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിൽ എത്തിച്ചു. അവരുടെ മേൽനോട്ടത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തി ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. തിരിച്ച് പറക്കാൻ വിമാനം പൂർണ്ണ സജ്ജമായിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ 5 ആഴ്ചയിലെ ഇവിടത്തെ കിടപ്പ് വലിയ രീതിയിലുള്ള ട്രോളുകൾക്കും അതുപോലെ തന്നെ മീമുകൾക്കും കാരണമായിട്ടുണ്ട്. ഈ F-35 ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്ന് ആയിട്ടുള്ള F-35 സാങ്കേതിക പ്രശ്നം മൂലം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മഴയും വെയിലും കൊണ്ട് നിന്നത് വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് കാരണമായി. ഒരു വേള പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വിമാനം ഇളക്കി പാർട്ട് ആക്കി മറ്റേതെങ്കിലും വലിയ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോകേണ്ടി വരുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. വിമാനം സ്വന്തം നിലയ്ക്ക് തിരിച്ചു പറക്കാൻ പ്രാപ്തിയായിട്ടുണ്ട്. ഇന്നത്തെ അവസാനഘട്ട ടെസ്റ്റിംഗിന് ശേഷം നാളെ തിരിച്ചു പറക്കും.